ഹലോ ഗായ്സ്, ടൈം ആൻഡ് വർക്കിലെ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. പി ആൻഡ് ക്യൂ ക്യാൻ ഡു എ സർട്ടൻ വർക്ക് ഇൻ 12 ഡേയ്സ്. നമുക്ക് പി ആൻഡ് ക്യൂ ഇറ്റ് ടേക്സ് 12 ഡേയ്സ് ഫോർ പി ആൻഡ് ക്യൂ. ഇനി അടുത്ത ആരിനെ പറ്റി മെൻഷൻ ചെയ്തതാണ്? ക്യൂ ആൻഡ് ആർ ഇൻ 20 ഡേയ്സ്. ക്യൂ ആൻഡ് ആർ ഇൻ 20 ഡേയ്സ്. പി ആൻഡ് ആർ ഇൻ 15 ഡേയ്സ്. പി ആൻഡ് ആർ ഇൻ 15 ഡേയ്സ്. ഇനി ഇവിടെ എൽസിയം എത്ര വരുന്നത് ഗായ്സ്? 12, 20, 15, 60 വരുന്നുണ്ട്. ഓക്കെ, ഇനി 12 5 വേണം. ഇത് എഫിഷ്യൻസി ആട്ടോ. ഇവിടെ എഫിഷ്യൻസി പി ആൻഡ് ക്യൂവിൻ്റെ 5, ക്യൂ ആൻഡ് ആറിൻ്റെ 3, പി ആൻഡ് ആറിൻ്റെ 4. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസി ഓഫ് 2p പ്ലസ് ക്യൂ പ്ലസ് ആർ, 2 ടൈംസ് എഫിഷ്യൻസി ഓഫ് പി പ്ലസ് ക്യൂ പ്ലസ് ആർ ഇസ് നത്തിങ് ബട്ട് 12. എഫിഷ്യൻസി ഓഫ് പി പ്ലസ് ക്യൂ പ്ലസ് ആർ ഇസ് നത്തിങ് ബട്ട് 6. നമുക്കറിയാം പി പ്ലസ് ക്യൂവിൻ്റെ എഫിഷ്യൻസി 5 ആണെച്ചാൽ ആറിൻ്റെ എഫിഷ്യൻസി എന്തായിരിക്കും? 1. കാര്യം ഇവിടെ തന്നിട്ടില്ല. നോക്ക്, പി പ്ലസ് ക്യൂവിൻ്റെ എഫിഷ്യൻസി എന്താണ്? 5. അപ്പോൾ ആറിൻ്റെ എഫിഷ്യൻസി 1. ഇനി ആറിൻ്റെ എഫിഷ്യൻസി 1 ആണെച്ചാൽ ക്യൂവിൻ്റെ എഫിഷ്യൻസി എന്തായിരിക്കും? 2. ക്യൂവിൻ്റെ എഫിഷ്യൻസി ഓഫ് ക്യൂ ഈസ് നത്തിങ് ബട്ട് 2. ഇനി നോക്ക്, ആറിൻ്റെ എഫിഷ്യൻസി 1 ആണെച്ചാൽ പിൻ്റെ എഫിഷ്യൻസി എത്ര ആയിരിക്കും? 3. എഫിഷ്യൻസി ഓഫ് പി ഈസ് നത്തിങ് ബട്ട് 3. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി പി ക്യു ആർ സ്റ്റാർട്ട് ദ വർക്ക്. ദി വർക്ക് ഫോർ 2 ഡേയ്സ്. ഞാൻ കാണിച്ചാൽ പി ക്യു ആർ ഒപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങും. പി ക്യു ആർ സ്റ്റാർട്ട് ദ വർക്ക്. എത്ര ദിവസം അവർ വർക്ക് ചെയ്യും? ദേ വർക്ക് ഫോർ 2 ഡേയ്സ്. 2 ദിവസം പി ക്യു ആർ ഒരുമിച്ച് വർക്ക് ചെയ്യും. 2 ദിവസം. ദിസ് ഇസ് 2 ഡേയ്സ്. ഓക്കെ, ഹിയർ ഡേയ്സ്. അപ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസി എടുക്കുക. ദാറ്റ് ഈസ് കമ്പൈൻ എഫിഷ്യൻസി ഈസ് 6. 6 ഇൻറ്റു 2. എഫിഷ്യൻസി ഇൻറ്റു ഡേയ്സ് അല്ലേ ടോട്ടൽ വർക്ക് വരാം, പ്ലസ് ആഫ്റ്റർ വിച്ച് ക്യൂ ലീവ്സ്. 2 ദിവസം കഴിഞ്ഞാൽ ക്യൂ ക്വിറ്റടിക്കും. ആഫ്റ്റർ 10 more days ക്യൂ റീജോയിൻസ്. ആഫ്റ്റർ 10 more days. അപ്പോൾ ഇവിടെ ക്യൂ ഇല്ലാണ്ട് പി ആൻഡ് ആർ വർക്ക് ചെയ്യുന്നത് 10 ദിവസം. ഇനി 10 ദിവസത്തിന് ശേഷം ക്യൂ റീജോയിൻ ചെയ്യും, പി ലെഫ്റ്റ് അടിക്കും, പി ലീവ്സ്. ക്യൂ വർക്ക് ഫോർ 2 days along ആർ ആൻഡ് ദെൻ ലീവ്സ്. ദാറ്റ് ഈസ് ക്യൂ ആറും 2 ദിവസം കൂടിയും വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ക്യൂ ലെഫ്റ്റ് അടിക്കും. അതിനുശേഷം ആറ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ. The remaining work is completed by R. In how many days will the remaining work be completed? Remaining work is done by R. എത്ര ദിവസത്തിൽ റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ആവുമെന്ന് ചോദിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കണ്ടു, ദാറ്റ് ഈസ് പി ക്യു ആർ. മൂന്നതിൻ്റെ എഫിഷ്യൻസി എത്ര? സമ്മ് ദാറ്റ് ഈസ് 6. 6 ഇൻറ്റു ഹൗ മെനി ഡേയ്സ് ഉള്ളത്? 6 ഇൻറ്റു 2 ദിവസം. ഇനി ആരൊക്കെയുള്ള? പി ആൻഡ് ആറിൻ്റെ എഫിഷ്യൻസി എത്ര? പി ആൻഡ് ആർ. പിൻ്റെ 3ഉം ആറിൻ്റെ 1ഉം. അപ്പോൾ 4 ഇൻറ്റു എത്ര ദിവസം? 10 ദിവസം. അതിനുശേഷം ആരൊക്കെ ഉണ്ട്? ക്യൂ ആൻഡ് ആറിൻ്റെ എഫിഷ്യൻസി എത്ര? ക്യൂ ആൻഡ് ആറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 2 + 1 3. ഇനി അവർ എത്ര ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്? ദാറ്റ് ഈസ് 2 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആറിൻ്റെ എഫിഷ്യൻസി എത്ര? 1. എത്ര ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്? എക്സ്. ആൻഡ് ദിസ് ഷുഡ് ബി ഈക്വൽ ടു ദ ടോട്ടൽ വർക്ക്. ടോട്ടൽ വർക്ക് എത്രയാണ് ഗൈസ്? ടോട്ടൽ വർക്ക് 60 ആണ്. 60. ദാറ്റ് ഈസ് നമുക്ക് 12 + 40 + 6 + എക്സ് ഷുഡ് ബി ഈക്വൽ ടു 60. ഇവിടെ നിന്ന് കിട്ടാൻ പോകുന്നത് ദാറ്റ് ഈസ് 52, 58 + എക്സ് will be equal to 60 and x is nothing but 2. ഇനി ചോദിച്ചത് എന്താ? ഇനി ഹൗ മെനി ഡേയ്സ് ദ വർക്ക് വിൽ ബി കംപ്ലീറ്റഡ്. എത്ര ദിവസത്തിലായിരിക്കും ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത്? നോക്ക്, ഇവിടെ എക്സ് നമുക്ക് 2 എന്ന് വന്നു. എക്സ് എന്താ വന്നത്? 2 എന്ന് വന്നു, റൈറ്റ്? അപ്പോൾ എത്ര ദിവസമാണ്? ദാറ്റ് ഈസ് 2, 4, 14, 16. 16 ദിവസം. ഓക്കെ, ടോട്ടൽ ഡേയ്സ് 16. 16 is the answer. 16 is the answer. 16. Option B, 16 is the answer. Okay. A can complete a piece of work in 25 days, while B can complete the same work in 30 days. A 25 days and B എത്ര ദിവസം? 30 ദിവസം. Okay, 30 days. Okay, they work on alternative basis starting with A. Okay, first of all ഇതിന്റെ LCM കണ്ടുപിടിക്കാം. LCM എത്ര വരുന്നത്? 150, റൈറ്റ്? ഓക്കെ, ദാറ്റ് ഈസ് 5 6. and ഇവിടെ എത്ര വരുന്നത്? 5. ഓക്കെ, ഇനി എന്തൊക്കെ പറഞ്ഞത്? ഒരു എഫിഷ്യൻസി. ഓക്കെ, എഫിഷ്യൻസി ഓഫ് എ എന്ന് പറയുമ്പോൾ 6, പിന്നെ എഫിഷ്യൻസി ഓഫ് ബി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 5. ഓക്കെ, ഇനി എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇത് എന്തൊക്കെ? ദി വർക്ക് ഓൺ ആൾട്ടർനേറ്റീവ് ഡേയ്സ് സ്റ്റാർട്ടിങ് വിത്ത് എ. ബോത്ത് എ ആൻഡ് ബി ഫോളോ ദിസ് പാറ്റേൺ ഫോർ 5 days. 5 ദിവസത്തിൽ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ടിങ് വിത്ത് എ എന്നല്ല, 5 days. ഫസ്റ്റ് ദിവസം എ വർക്ക് ചെയ്യും, സെക്കൻഡ് ദിവസം ബി വർക്ക് ചെയ്യും, പിന്നെ എ വർക്ക് ചെയ്യും, പിന്നെ ബി വർക്ക് ചെയ്യും, പിന്നെ എ വർക്ക് ചെയ്യും. 5 ദിവസമായില്ലേ? ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് എന്താ പാറ്റേൺ?
Okay, both A and B follow the pattern for 5 days. And then A leaves the work. In how many days B will complete the remaining work? ഇത് കഴിഞ്ഞിട്ട് A ലീവ് അടിക്കും, ബാക്കിയുള്ള ദിവസങ്ങൾ B വർക്ക് ചെയ്യും. എത്ര ദിവസത്തിൽ വർക്ക് തീരും? അപ്പോൾ ഏര് എന്തായിരുന്നു? 6, 12, 18. ഏര് 18. ബീര് എത്ര? ബീര് 5. അപ്പോൾ 5, 10 പ്ലസ് 10. ഇനി ബി എത്ര ദിവസം? ദാറ്റ് ഈസ് എക്സ്. ബിയുടെ എഫിഷ്യൻസി എത്ര? ബിയുടെ എഫിഷ്യൻസി കൊടുത്തേക്കുന്നത് 5. സപ്പോസ് എക്സ് ഡേയ്സ് എടുക്കും. ടോട്ടൽ വർക്ക് എത്ര? 150. ഓക്കെ, ഇനി എത്ര ബാക്കിയുള്ള ദിവസത്തിലാണ് ബി റിമൈനിങ് വർക്ക് ഫിനിഷ് ചെയ്യുക? അപ്പോൾ എക്സിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഓക്കെ, ദാറ്റ് ഈസ് സിമ്പിൾ, റൈറ്റ്? 5x is nothing but 150 minus 28. That is 5x is equal to 122, right? And x is nothing but this is 2, this is 4, ബാക്കിയുള്ളത് 2, പിന്നെയുള്ള 5. 24 2/5. 24 2/5 is the right answer. Option A is the right answer. Okay, A and B can complete a piece of work in 10 days and 15 days. A 10 days and B 15 days. Okay, ഇനി അവരെ എൽസിയം എടുക്ക്. ദാറ്റ് ഈസ് 30 വരും. ഇനി എഫിഷ്യൻസി എന്തൊക്കെയാ? എഫിഷ്യൻസി എയുടെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 3. ഓക്കെ, ഇനി ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 2. ഇനി എന്തൊക്കെ നിൽക്കുന്നത്? ദേ വർക്ക് ടുഗദർ ബട്ട് ആഫ്റ്റർ 5 days, അല്ല, ബട്ട് 5 days ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് വർക്ക് എ ലീവ്സ്. നോക്ക്, അവർ ഇത്ര സർട്ടൺ ഡേയ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യും. എ ആൻഡ് ബി ഒരുമിച്ച് വർക്ക് ചെയ്യും. ഇനി തീരിനേക്കാട്ടും 5 ദിവസം മുമ്പ് എന്ന് വെച്ചാൽ ഇവിടെ 5 ദിവസം, തീരിനേക്കാട്ടും 5 ദിവസം മുമ്പ് ബി മാത്രം എ ലെഫ്റ്റ് അടിക്കും. ഈ 5 ദിവസം ബി മാത്രമാണ് വർക്ക് ചെയ്യുന്നുള്ളത്. ഇനി ഹൗ മെനി ഡേയ്സ് വാസ് ദ വർക്ക് കംപ്ലീറ്റഡ്? സപ്പോസ് ഇവിടെ എക്സ് ഡേയ്സ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ബി എത്ര ദിവസം വർക്ക് ചെയ്യും? എ പ്ലസ് ബി ദാറ്റ് ഈസ് 5. 3 + 2 5x പ്ലസ് ബി എത്ര ദിവസം? ദാറ്റ് ഈസ് 5 ദിവസം. എഫിഷ്യൻസി 2, അപ്പോൾ 10 വിൽ ബി ഈക്വൽ ടു 30. ഓക്കെ, കാരണം ഇവിടെ എന്താ എങ്ങനെ 5 വന്നു? ദാറ്റ് ഈസ് 3 + 2 5 എന്ന് വന്നു. പിന്നെ എക്സ് ഡേയ്സ് വർക്ക് ചെയ്യുന്നു ഞാൻ അസ്യൂം ചെയ്തു. ഓക്കെ, 5x വിൽ ബി ഈക്വൽ ടു 20 ആൻഡ് എക്സ് വിൽ ബി നത്തിങ് ബട്ട് ഈക്വൽ ടു 4. ഓക്കെ, ഇവിടെ എക്സ് ഈക്വൽ ടു 4 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ 4 + 5 = 9 days. ഡി ഈസ് റൈറ്റ് ആൻസർ. നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ ഹൗ മെനി ഡേയ്സ് വർക്ക് വിൽ ബി കംപ്ലീറ്റഡ്, ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് എത്ര ദിവസം എടുക്കും എന്ന് ചോദിച്ചാൽ, അല്ലാണ്ട് ബാക്കിയുള്ള വർക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്നല്ല ചോദിച്ചാൽ. അതാണ് 9 ആൻസർ. ഇനി ഇവിടെ വേറൊരു ട്രിക്കും കൂടി ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. നമുക്ക് എ ലെഫ്റ്റ് ചെയ്ത് 5 ദിവസം മുമ്പല്ലേ, 5 ദിവസം മുമ്പ് വർക്ക് തീരുന്നേക്കാട്ട് 5 ദിവസം മുമ്പ് എ ലെഫ്റ്റ് അടിച്ചു. അപ്പോൾ ബാക്കി എത്ര ഐ വർക്കും ബി തന്നെ ചെയ്യണം. എൻ്റെ വർക്കും ബി തന്നെ ചെയ്യണം. ടോട്ടൽ വർക്ക് എത്രയായിരുന്നു? ടോട്ടൽ വർക്ക് 30 പ്ലസ് എൻ്റെ 5 യൂണിറ്റ് വർക്കും ബി തന്നെ ചെയ്യണം. ഓക്കെ, ഇതാണ് ബി ചെയ്യേണ്ട വർക്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് എത്ര ആരൊക്കെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് എ പ്ലസ് ബി അല്ലേ, എ പ്ലസ് ബി. ഓക്കെ, ഇത് ഇതിൻ്റെ ആൻസർ കിട്ടും. ദാറ്റ് ഈസ് 30 + 5 ഇൻറ്റു എയുടെ എഫിഷ്യൻസി 3/5. ഓക്കെ, നോക്ക്, ദാറ്റ് ഈസ് 45/5. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 9. മറ്റേ അപ്രോച്ച് ചെയ്താൽ മതി, ചെയ്താൽ മതി. ദാറ്റ് ഈസ് 9 ഇസ് ആൻസർ. ഓക്കെ, ഇനി 55ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. എ ആൻഡ് ബി ഇൻഡിവിജ്വലി കംപ്ലീറ്റ് പീസ് ഓഫ് വർക്ക് ഇൻ 18 and 30 days. നോക്കി, എ 18, ബി 30. 6 × 3 6 × 5. അപ്പോൾ എൽസിയം എത്ര വരെ? 6 × 15. അപ്പോൾ എൽസിയം വരുന്നത് 90. ഓക്കെ, 90. ഇനി 18 × 5 30 × 3. ഇതാണ് ഇവർ എഫിഷ്യൻസീസ്. ഓക്കെ, എഫിഷ്യൻസീസ് ഓഫ് എ ആൻഡ് ആസ് വെൽ ആസ് എഫിഷ്യൻസി ഓഫ് ബി. ഓക്കെ, A and B start the work together, but A leaves 16 2/3 days before the work is completed. Okay, നേരത്തെ ക്വസ്റ്റ്യൻ അതേ ടൈപ്പ്. സപ്പോസ് എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി ദാറ്റ് ഈസ് 8x വർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എ ലെഫ്റ്റ് അടിക്കുന്നു. ബാക്കിയുള്ള ദിവസങ്ങൾ ദാറ്റ് ഈസ് 16 2/3 days. 16 2/3 എങ്ങനെ എഴുതാൻ പറ്റും? 16 2/3 ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 48 50/3. ബാക്കി 15/3 days ബി മാത്രമാണ് വർക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി ബാക്കിയുള്ള സപ്പോസ് എത്ര ദിവസം വർക്ക് ചെയ്യുന്നു? ബാക്കിയുള്ള ഇത്ര ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ബിയുടെ എഫിഷ്യൻസി 3. ഓക്കെ, വാവ്, ദിസ് ഈസ് ഈക്വൽ ടു 90. ഓക്കെ, യു 3 get cancel and 8x is nothing but equal to 40 and x is nothing but equal to 5. In how many days A alone works? Okay, A എത്ര ദിവസം വർക്ക് ചെയ്തെന്ന് വെച്ചാൽ 5 ദിവസം വർക്ക് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, A 5 ദിവസം. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി is the right answer. Benny can do a piece of work in 24 days. Benny can do a piece of work in 24 days. And also Chetan 36 days.
ചേതൻ 36 days. ഇനി ആരാ ബാക്കിയുള്ള? ഇനി ഡേവിഡ് ഇൻ 48 days. ഡേവിഡ് ഇൻ 48 days. അപ്പോൾ എല്ലാത്തിലും 12 കോമൺ അല്ലേ? അപ്പോൾ എൽ സി എം എടുക്കുമ്പോൾ ദാറ്റ് വിൽ ബി 12 ഇൻറ്റു, ഇവിടെ എന്താ 12 ഇൻറ്റു 2, ഇവിടെ എന്താ 12 ഇൻറ്റു 3, ഇവിടെയും 2 ഇൻറ്റു 2. അപ്പോൾ എത്ര വരാം? 144 വരാം. 144 യാ 144. 24 ഇവിടെ എഫിഷ്യൻസി എടുക്കുമ്പോൾ ബിയുടെ എഫിഷ്യൻസി ആണ് 6, സിയുടെ 4 കേട്ടോ. ഈ ഡിയുടെ എഫിഷ്യൻസി വരുന്നത് 3. ഓക്കെ, സെറ്റ്. ഇനി എന്തൊക്കെ പറയുന്നത്? ഓൾ ഓഫ് ദം സ്റ്റാർട്ടഡ് വർക്കിംഗ് ടുഗദർ. എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് ഈസ് ബി, സി, ഡി എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇനി ഹവർ ബെന്നി ലീവ്സ് 4 days ബിഫോർ കംപ്ലീഷൻ ഓഫ് ദ വർക്ക്. ഓക്കെ, 4 ദിവസം മുമ്പ്. ഈ 4 ദിവസം വെറും ബെന്നി ഉണ്ടായിരുന്നില്ല. 4 days ബെന്നി ഉണ്ടായിരുന്നില്ല കേട്ടാ, ബെന്നി ഉണ്ടായിരുന്നില്ല. ഓക്കെ, ആൻഡ് ചേതൻ ലീവ്സ് 10 days ബിഫോർ കംപ്ലീഷൻ ഓഫ് ദ വർക്ക്. ഓക്കെ, ചേതൻ 10 ദിവസം മുമ്പ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇവിടെ 4 ഇവിടെ 6. ഇവിടെ ബി ഉണ്ടായിരുന്നില്ല, ചേതൻ ഉണ്ടായിരുന്നില്ല. ഇവിടെ ചേതൻ ഉണ്ടായില്ല. ഓക്കെ 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 ചേതൻ ടോട്ടൽ 10 days ഇല്ല കേട്ടാ. ഓക്കെ, ഡേവിഡ് വർക്ക് സ്റ്റിൽ ദ എൻഡ് ആൻഡ് കംപ്ലീറ്റ് ദ വർക്ക്. ഇവിടെ ആ കൂടി ഇവിടെ ഡേവിഡ് ഉണ്ടായിരുന്നു, ബി ഉണ്ടായിരുന്നു. ഇവിടെ ഡേവിഡ് മാത്രം ഉണ്ടാവുള്ളൂ. ഓക്കെ 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 ആൻഡ് ഫൈനൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ വിച്ച് ദ വർക്ക് വാസ് കംപ്ലീറ്റഡ്. ഈസി ക്വസ്റ്റ്യൻ ആ. ബി സി ഡി ടോട്ടൽ എഫിഷ്യൻസി 13 എക്സ് പ്ലസ് ഇനി 6 ഇൻറ്റു ഡി ബി മാത്രം ഉണ്ടായുള്ളൂ. ഡി ബിയുടെ എന്താ? ഡി ബി ദാറ്റ് ഈസ് 9. ഡി ബി 9. യെസ്, സെറ്റ്. ഇനി 4 ദിവസം വെറും ഡി മാത്രം ഉണ്ടായുള്ളൂ. 4 ദിവസം ഡി മാത്രം, 4 8 12. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 144. ഇനി ഇക്വിറ്റി 144 എന്ന് പറയുമ്പോൾ 13x ഈക്വൽ ടു 144 12 വർഷമാണെങ്കിൽ 132 വരും. 132 54 വർഷമാണെങ്കിൽ 78 കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ഓക്കെ, ടോട്ടൽ എത്ര ഡേയ്സ് എടുത്തുന്നല്ലോ ചോദിച്ചേ. ഫൈൻ ദ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ വിച്ച് ദ വർക്ക് വാസ് കംപ്ലീറ്റഡ്. ഇവിടെ എക്സ് ഈക്വൽ ടു 6 ദിവസം. അപ്പോൾ 4 10 16 സെറ്റ്. പിന്നെ എത്രയേ ഉള്ളൂ കഴിഞ്ഞു. ഇനി ഈ ക്വസ്റ്റ് നമുക്ക് മറ്റേ മെത്തേഡ് വെച്ചും ചെയ്യാൻ കാണിച്ചില്ല. ഇവിടെ 144 എത്ര ടോട്ടൽ വർക്ക് അല്ലേ? ഇനി ഇല്ലാത്ത ദിവസങ്ങൾ മുകളിൽ ആഡ് ചെയ്യുക. ചേതൻ 10 ദിവസമില്ല. ചേതൻ 10 ഇൻറ്റു ചേതൻ്റെ എഫിഷ്യൻസി എത്ര? ചേതൻ്റെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 4. ഇനി ബെന്നി ഇല്ലാത്ത എത്ര ദിവസം? ബെന്നി ഇല്ലാത്ത 4 ദിവസം. ഇനി ബെന്നിയുടെ എഫിഷ്യൻസി എത്ര? 4 ഇൻറ്റു ബെന്നിയുടെ എഫിഷ്യൻസി പറയുമ്പോൾ 6 ഡിവൈഡഡ് ബൈ താഴെ ടോട്ടൽ എ ബി പ്ലസ് സി പ്ലസ് ഡി. ഒരു എഫിഷ്യൻസി എത്ര? ദാറ്റ് ഈസ് 10 13 അല്ലേ? ഇങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. ദാറ്റ് ഈസ് 144 പ്ലസ് 40 പ്ലസ് 24 ബൈ 13. ഇനി അവിടെ 208 ബൈ 13 വരും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 60. ഓക്കെ, നോക്കി ഇത് നല്ല മെത്തേഡാണ്. എന്ന് വെച്ചാൽ മുമ്പ് ബിഫോർ കംപ്ലീഷൻ ഓഫ് ദ വർക്കിന് ഇത്ര ഡേയ്സ് ബിഫോർ ലെഫ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ് ലെഫ്റ്റ് അടിച്ചത്, ആരൊക്കെയാണ് എത്ര ദിവസമാണ് അവർ ലെഫ്റ്റ് അടിച്ചത്, അവരുടെ വർക്ക് ടോട്ടൽ വർക്കിനോട് ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ ടോട്ടൽ. അത് പെട്ടെന്ന് കിട്ടും നമുക്ക് ആൻസർ. ഓക്കെ, പി ക്യു ആർ working individually can complete a job in 36, 48 and 144. Okay, PQR that is 36, 48 and 144. Yes, അപ്പോൾ LCM വരുന്നത് 144. Okay, that is 48 into 3 and 36 into 4 and 144 into 1. ഇതാണ് ഇവരുടെ എഫിഷ്യൻസി. ഓക്കെ, പി leaves the job 12 days before completion. Okay, 144 എന്ന് വെച്ചാൽ നമുക്ക് മറ്റേ മെത്തേഡ് വെച്ച് പോവാം. 144 പ്ലസ് പി ലീവ്സ് ദ ജോബ് 12 days മുമ്പ്. അപ്പോൾ പി എഫിഷ്യൻസി 4. ഓക്കെ പി എഫിഷ്യൻസി 4 12 days ആൻഡ് ക്യൂ ലീവ്സ് ദ ജോബ് 8 days ബിഫോർ കംപ്ലീഷൻ ഓഫ് ദ വർക്ക്. 8 days. ക്യൂ എത്ര? 8 ദിവസം മുമ്പ് ലീവ് ചെയ്യുന്നു. ക്യൂ ദാറ്റ് ഈസ് 3 into 8 days. Okay, and R works from the beginning till the end. Determine the total number of days taken to complete the job. Total number of days that is 7 8. That is 144 plus 48 plus 24 by 8. That is 216 by 8. ഇത്ര മാത്രം ചെയ്താൽ മതി. 8 16 2 ബാക്കി വരുന്നത് 5. സോറി 216 ആയിട്ട് വരുന്നത്, 18 216 വരുന്നത്. സോറി 216. ഓക്കെ, 216 അതായത് നോക്ക് 216 വരുന്നത്. 816 ബാക്കി 5 ദാറ്റ് വിൽ ബി 7. 27 ആണ് ആൻസർ. 27. ഓക്കെ, എന്ത് ചെയ്യാനല്ലോ എളുപ്പം? ഈ ഒരു ട്രിക്കല്ല എളുപ്പം. മറ്റേ വരച്ച് നോക്കിയൊക്കെ ചെയ്യാം. ഇപ്പോൾ ഡയറക്റ്റായിട്ട് എഴുതിയാൽ മതിയല്ലോ. ഇനി ക്വസ്റ്റ്യനിൽ ഇതെങ്ങ 6 എത്ര ദിവസം വർക്ക് ചെയ്യുന്ന നോക്കി. 6 ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ അപ്പോൾ 6 എത്ര ദിവസം വർക്ക് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ്
27 days. ഇനി നമ്മുടെ ഒരു പി റൈറ്റ്, പി ലീവ്സ് ജോബ് 12 days ബിഫോർ കംപ്ലീഷൻ ഓഫ് ദ വർക്ക്. പി വർക്ക് ചെയ്യുന്നത് 27 - 12, ദാറ്റ് ഈസ് 15 ദിവസം. ഇനി പി ക്യു ആറല്ലേ നേരല്ലേ. ഇനി ക്യു വർക്ക്സ് 8 days, ക്യു ലീവ്സ് 8 days ബിഫോർ ലീവിംഗ് ദ ജോബ്. അപ്പോൾ ക്യു 8 days മൈനസ് ദാറ്റ് ഈസ് 19 days. ഓക്കെ, A alone can do a piece of work in 14 days, B alone in 28 days. A 14, B 28, and C in 56 days. C 56 days. Okay, ഇതിൻ്റെ LCM ഉള്ളത് 56. ദാറ്റ് ഈസ് 14 into 4, 28 into 2, and 56 into 1. ഇനി എന്തൊക്കെ പറഞ്ഞേക്കുന്നത് ദേ സ്റ്റാർട്ട് ദ വർക്ക് ടുഗദർ ആൻഡ് കംപ്ലീറ്റ് ഇറ്റ് സച്ച് ദാറ്റ് ബി ഡസ് നോട്ട് വർക്ക് ഫോർ ദ ലാസ്റ്റ് 2 days. ടോട്ടൽ വർക്ക് വന്ന് 56. ബി ലാസ്റ്റ് 2 ദിവസം വർക്ക് ചെയ്യുന്നില്ല. ബിയിൽ എത്രയാണ് എഫിഷ്യൻസി? 2. ഓക്കെ, അത് സോർട്ടഡ് ആയി. ഇനി എ ഡസ് നോട്ട് വർക്ക് ഫോർ ദ ലാസ്റ്റ് 3 days. അവസാനത്തെ 3 ദിവസം എ വർക്ക് ചെയ്യുന്നില്ല. എയുടെ എഫിഷ്യൻസി എത്ര വരുന്നത്? എയുടെ എഫിഷ്യൻസി 4 വരുന്നത്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഹൗ മെനി ഡേയ്സ്, ടോട്ടൽ ഡേയ്സ് വാസ് എ വർക്ക് കംപ്ലീറ്റഡ് ഡിവൈഡഡ് ബൈ ഇവിടുത്തെ എഫിഷ്യൻസി 6, 7 വെച്ച് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഈസ് 56 + 4 + 12 / 7. ദാറ്റ് ഈസ് 60, 72. ഇറ്റ് ഈസ് 72 / 7. 10 പോയിന്റ് സംതിങ് ഉണ്ട് നമുക്ക് ഓപ്ഷനിൽ. 72 / 7 ഉണ്ട്. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. ഓക്കെ, എത്ര ക്വസ്റ്റൻ ആയി? 58. ഓക്കെ, എ ബി സി ക്യാൻ ഡു എ വർക്ക് ഇൻ എ ബി സി. ഞാൻ ഡേയ്സ് കണ്ടത് എ ബി സി എത്ര? 10, 12, 15 ആയിരുന്നില്ലേ? 10, 12, 15. 10, 12, 15. ഓക്കെ, ബെൽസിയം എത്ര? 60. റൈറ്റ്. 10 × 6 12, 12 × 5 15 × 4. But after 3 days, okay, they begin the work together. But after 3 days, PQR, when working individually, can complete a job in 36, 48, and 144 days. That is PQ and R. 36, 48, and 144 days. Okay, LCM എടുക്കുക. LCM എത്ര വരും? 144. 144. 36 × 4, 48 × 3, 144 × 1. ഓക്കെ, ഇനി എന്താ പറയുന്നത്? PQR. Now P leaves the job 12 days before completion. നോക്ക്, ബിഫോർ കംപ്ലീഷനിൽ നമ്മൾ എപ്പോഴും ആഡ് ചെയ്യണം. ആഫ്റ്റർ വരുമ്പോൾ മൈനസ് ചെയ്യണം. ബിഫോർ കംപ്ലീഷൻ ആയ കാരണം ഇവിടെ ആഡ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് 144 + 12 into ആര് ലെഫ്റ്റ് അടിച്ച ആളാരാണ്? പി എഫിഷ്യൻസി എന്താണ്? 4 പ്ലസ് ആൻഡ് ക്യൂ ലീവ്സ് 8 days ബിഫോർ ദ കംപ്ലീഷൻ. ക്യൂവിൻ്റെ എന്താണ്? 3. 8 × 3 ബൈ ടോട്ടൽ താഴെ ആഡ് ചെയ്യും. ദാറ്റ് ഈസ് ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 7, 8. That will be 144 + 14, 192. 192 + 24, that is 216. 216 / 8. 8, 16, 2, ബാക്കി 5, 27. ഓക്കെ, 27 is right answer. 27. ഓപ്ഷൻ സി. കാരണം ഡിറ്റർമൈൻ ദ ടോട്ടൽ ഡേയ്സ് കേട്ടോ. 27. ഓക്കെ, എ ബി സി ക്യാൻ ഡു എ വർക്ക് ഇൻ 10, 12, 15 days. ഇപ്പോൾ ഒരു ടോട്ടൽ വർക്ക് എത്ര? 60 വരും അല്ലേ? റൈറ്റ്. ഇനി അപ്പോൾ നോക്ക്, 10 എന്റെ എത്ര വരാം? എന്റെ 10 × 6 ആണ് 60. ബി 12 × 5 ആണ് 60. ഇനി സിന്റെ 15 × 4 ആണ് 60. അവർ എഫിഷ്യൻസിയും കിട്ടി. ദേ ബിഗിൻ ദ വർക്ക് ബട്ട് ആഫ്റ്റർ 3 days. നോക്ക്, ആഫ്റ്റർ 3 days വന്നതിന് ശേഷം നോക്ക്, ബിഫോർ വന്നാൽ ആഡ് ചെയ്യണം, ആഫ്റ്റർ വന്നാൽ മൈനസ് ചെയ്യണം. ടോട്ടൽ വർക്ക് കിട്ടിയത് 60. അപ്പോൾ 60 ആഫ്റ്റർ ഉള്ള കാര്യം മൈനസ് ആരാണ് തുടക്കത്തിൽ തന്നെ ഒഴിഞ്ഞു പോയത്? സിയുടെ എഫിഷ്യൻസി എന്താണ്? 4. ദാറ്റ് ഈസ് 3 × 4 12. ഓക്കെ, ഇനി എന്തൊക്കെ വന്നിട്ടുണ്ട്? ആൻഡ് 4 days ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ വർക്ക് ബി ലീവ്സ് 4 days ബിഫോർ കംപ്ലീഷൻ ഓഫ് ദ വർക്ക്. ബിഫോർ എന്ന് വേണ്ട ആഡ് ചെയ്യണം. അവസാനത്തെ ദിവസങ്ങളിൽ ലെഫ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ആദ്യത്തെ ദിവസങ്ങളിൽ ലെഫ്റ്റ് അടിച്ചെങ്കിൽ മൈനസ് ചെയ്യണം. ഓക്കെ, 4 × ബിന്റെ എത്രയാണ്? 5 ബൈ. ഇനി നോക്ക്, ആദ്യം തന്നെ ലെഫ്റ്റ് അടിച്ച ആളെ ടോട്ടൽ എഫിഷ്യൻസി ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അയാൾ ആദ്യം തന്നെ ലെഫ്റ്റ് അടിച്ചു. അപ്പോൾ ആദ്യം തന്നെ ലെഫ്റ്റ് അടിച്ച ആള്? ദാറ്റ് ഈസ് സി. ആരാണോ ആദ്യം ലെഫ്റ്റ് അടിക്കുന്നത് അയാളുടെ എഫിഷ്യൻസി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ലെഫ്റ്റ് അടിക്കുന്ന ആൾ സി ആണ്. സിന്റെ എഫിഷ്യൻസി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 6 + 5 11. ഓക്കെ, ദാറ്റ് ഈസ് നോക്ക്, 60 + 20 80. 80 - 12 68. 68 / 11 ഏത് ഓപ്ഷൻ? ഓപ്ഷൻ എ. ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. Okay, A, B, C can do a work in 10, 12, 15 days respectively. They begin the work together, but after 4 days B leaves and 3 days before completion C leaves. Same question type തന്നെയാണ്. ഇവിടെ ടോട്ടൽ വർക്ക് വരും 10, 12, 15 60 വരും. 60 വരും. അപ്പോൾ ഇവിടെ നമ്മുടെ എയുടെ എഫിഷ്യൻസി എന്താ വരുന്നത്? എയുടെ എഫിഷ്യൻസി 10 × 6 ആണ് 60. പിന്നെ ബിയുടെ എഫിഷ്യൻസി എന്താണ്? 12 × 5 ആണ് 60. സിയുടെ എഫിഷ്യൻസി 15 × 4 ആണ് 60. ഓക്കെ, ഇനി ആരാണ് ലെഫ്റ്റ് ചെയ്യുന്നത്?
they begin the work together, but after 4 days B leaves. അപ്പോൾ ലെഫ്റ്റ് അടിക്കുന്ന ആൾ മൈനസ് 4 days, തുടക്കത്തിൽ ലെഫ്റ്റ് അടിക്കുന്നത് മൈനസ്, ബട്ട് ആഫ്റ്റർ 4 days ബീൻ്റെ എഫിഷ്യൻസി എത്ര ഇൻറ്റു 5. ഇനി എന്താ തന്നിരിക്കുന്നത്, ഇനി ആൻഡ് 3 days ബിഫോർ സി ലീവ്സ്. അപ്പോൾ അവസാനത്തെ 3 ദിവസം ബിഫോർ എന്ന് വെച്ചാൽ അവസാനത്തെ 3 ദിവസം ആഡ് ചെയ്യണം. ഓക്കെ, അവസാനത്തെ 3 ദിവസം ഇവിടെ 4 ആട്ടെ, സീൻ്റെ ഇറ്റ് ഇസ് 4 ആഡ് ചെയ്യണം. പ്ലസ് 4 ഇൻറ്റു എത്ര ഡേയ്സ്, 3. ഓക്കെ, ഞാൻ പറഞ്ഞു ആരാണോ ലെഫ്റ്റ് അടിക്കുന്നത്, ഇവിടെ ബി ലെഫ്റ്റ് അടിക്കുന്നത്, അപ്പോൾ ബിയിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ബൈ 10. ഓക്കെ, ഇനി നോക്ക് 60 + 12 ഇറ്റ് വിൽ ബി 82. 82 - 20 62. ഒന്നുകൂടി നോക്ക്, 60 - 20 40 വരും. 40 + 12 ആട്ടോടെ 12, 60 + 12 52. ദാറ്റ് വിൽ ബി 52/10. ദാറ്റ് വിൽ ബി 26/5. 26/5, ഓപ്ഷൻ ബി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ ക്യാൻ ഡു 1/5 ഓഫ് ദ വർക്ക് ഇൻ 20 days. അപ്പോൾ 100% വർക്ക് എത്ര ദിവസം എടുക്കും, ദാറ്റ് ഈസ് എന്, ദാറ്റ് ഈസ് 20 × 5, ദാറ്റ് ഈസ് 100 days. ഇനി ബി ക്യാൻ ഡു 30% ഓഫ് ദ വർക്ക് ഇൻ 36 days. അപ്പോൾ ബി എത്ര ശതമാനം, എത്ര ഡേയ്സ് എടുക്കും, 36 daysൽ എത്ര ശതമാനം, 30% അല്ലേ പറഞ്ഞത്, 30. 30 × 100 അവിടെ കിട്ടും. ദാറ്റ് ഈസ് 0 0 ഗെറ്റ് ക്യാൻസൽ. ദിസ് ഈസ് 1 2, ദാറ്റ് ഈസ് 120 days. ഇനി സീനോ, ഓക്കെ, സി ടേക്സ് 80% ഓഫ് ദ വർക്ക് ഇൻ 160 days. സി 160 days എന്നല്ല പറഞ്ഞത്, 80% എന്നല്ല പറഞ്ഞത്, ബൈ 80 × 100. ഓക്കെ, 8 16, ഓക്കെ, ദാറ്റ് ഈസ് 200 ഇവിടെ വരും. ഓക്കെ, ഇനി ആരെ പറ്റി പോലും പറഞ്ഞിട്ടുണ്ടോ, ഇനി പറഞ്ഞേക്കുന്നത് ബി ആൻഡ് സി ടുഗദർ. ഓക്കെ, അതിന് കിടക്കണം കിട്ടുമ്പോൾ ഞാൻ അവിടെ എൽസി എടുക്കട്ടെ. ദാറ്റ് ഈസ് എ 100 ദിവസം, ബി എത്ര ദിവസം, 120 ദിവസം, സി 200 ദിവസം. ഓക്കെ, എൻ്റെയും സിൻ്റെയും എൽസിയം 200. അപ്പം എനിക്ക് 200ൻ്റെയും 120ൻ്റെ എൽസിയം എടുത്താൽ മതി. 12 × 5 60 വരുന്നത്, അപ്പോൾ 600. ദിസ് ഇസ് 6, ദിസ് ഇസ് 5, ആൻഡ് ദിസ് ഇസ് 3. സോറി, ദിസ് ഇസ് 3. ഓക്കെ, ഇനി എന്തൊക്കെ എഴുതിക്കുന്നത്, ബി ആൻഡ് സി സ്റ്റാർട്ടഡ് ടുഗദർ. ബി ആൻഡ് സി ടുഗദർ സ്റ്റാർട്ടഡ് ആൻഡ് വർക്ക്ഡ് ഫോർ X days. ബി ആൻഡ് സി, അപ്പോൾ ബിൻ്റെയും സിൻ്റെയും എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 5 + 8 8x പ്ലസ് ബി ആൻഡ് സി സ്റ്റാർട്ടഡ് ദ വർക്ക് ടുഗദർ ആൻഡ് വർക്ക് ഫോർ X days. ആഫ്റ്റർ X days ബി ലെഫ്റ്റ്, അത് കഴിഞ്ഞിട്ട് X days ശേഷം ബി ലെഫ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് എ ആൻഡ് സി, A joined C and both worked for the remaining work in X - 41 days. A and C, X - 41, 6 left, A and C, that is 6 + 3 9 plus. Okay, അപ്പോൾ അതും കംപ്ലീറ്റ് ആയി. ഇനി if the ratio of the work done by B + C together, that is B + C together എന്ന് പറയുമ്പോൾ 8x, that is 8x by, ഇത്ര ലെങ്ത് ക്വസ്റ്റ്യൻ ഒന്ന് അറ്റൻഡ് ചെയ്താൽ എക്സാമിന് ഒരുപാട് ടൈം എടുക്കും. And done by A + C together. A + C എന്ന് പറയുമ്പോൾ that is X - 41 × 9, and that is equal to, that is 19/6. Okay, 19/6. എന്താ കണ്ടുപിടിക്കണ്ടേ? Okay, then what fraction of the same work can be completed by C alone in 2x days? Okay, നമുക്ക് നോക്കാം. 3 6 9, 3 6 2. Okay, 8 16 x will be equal to 19 × 3 × X - 41. X - 41. Okay, that is 16x will be equal to 9 2 3 4 5. If X - 19 × 41, right? That is 779. ഇനി ഇവിടെ പ്രത്യേക 779 will be equal to the 57 16 കുറച്ച്, that will be 41x. Okay, now it is just X will be equal to 779/41. Oh, multiply ചെയ്യേണ്ട ആവശ്യമില്ല, 19 കിട്ടും. ഓക്കെ, സോറി, തെറ്റുപറ്റി, കാരണം ഇവിടെ 57 കേട്ടോ, 57 × 41, ദാറ്റ് ഈസ് 7791. ഇവിടെ 57, സോറി 57. ഓക്കെ, ഇനി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ വർക്ക് ക്യാൻ ബി കംപ്ലീറ്റഡ് ബൈ സി alone in 2x days. സി ഒരു ദിവസം എടുക്കുന്ന വർക്ക് എത്രയാണ് ഗൈസ്? ഒരു ദിവസം എടുക്കുന്ന വർക്കാണ് 3. അപ്പോൾ നമുക്ക് ഇനി 57 3, ഇനി 57 × 2x എന്ന് പറയാം. 57 × 2 അവിടെ എത്ര വർക്ക് ചെയ്യുന്നു? വാട്ട് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ടോട്ടൽ വർക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ടോട്ടൽ വർക്ക് എത്ര വരുന്നത്? 600. ഓക്കെ, ഈ 6 വെച്ച് ഇവിടെ 100 ആക്ക്. അപ്പോൾ ആൻസർ 57/100 എന്നാണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ.
Virat can complete a work in 30 days and Daniel is 60% more efficient than Virat to complete the same work. Find the time taken by Daniel to complete the work. Okay, the work എന്താണ് efficiency into time. അപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല efficiency is inversely proportional to time. പറയാൻ പറ്റില്ല എനിക്കത്. ഓക്കെ, ഇനി എന്താണ് തന്നിരിക്കുന്നത്? വിരാട് ക്യാൻ കംപ്ലീറ്റ് വർക്ക് ഇൻ 30 days. ഡാനിയൽ 60% മോർ എഫിഷ്യൻറ്റ് ദാൻ വിരാട്. അപ്പോൾ ഡാനിയൽ എടുത്തു, വിരാട് എടുത്തു. ഈ 60% എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് 3/5 ആണ്. ഇനി വിരാട്, ഡാനിയൽ ഇസ് 60% മോർ ദൻ വിരാട്. വിരാട് എടുത്തു, ഡാനിയൽ എടുത്തു. ഇനി വിരാട്ടിൻ്റെ 3 ആണിച്ചാൽ അല്ല, വിരാട്ടിൻ്റെ 5 ആണിച്ചാൽ ഡാനിയലിൻ്റെ വരുന്നത് 8 ആണ് റേഷ്യോ വരുന്നത്. 5:8 ആണ് വരുന്നത്. ഓക്കെ, 3/5 ആണ് 60%. അപ്പോൾ വിരാട്, ഡാനിയൽ ഇസ് എത്ര പെർസെൻറ്റേജ് മോർ? 60% മോർ ദൻ വിരാട്. ഓക്കെ, വിരാട്ടിൻ്റെ 5 അസ്യൂം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡാനിയലിൽ കിട്ടുന്നത് 8 ആണ്. ഇനി കൊടുത്തിരിക്കുന്നു ഇതെന്തിനാണ്? എഫിഷ്യൻസിയിലല്ലേ ഗൈസ്? എഫിഷ്യൻസിയാണ്, റൈറ്റ്? ഇനി ഇസ് മോർ എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് ടൈമിൻ്റെ വേണം. ടൈമിൻ്റെ എന്താണ്? ഇതിന് നേരെ റിവേഴ്സ് എടുക്കുക. അപ്പോൾ 8:5 ആയിരിക്കും, കാരണം രണ്ടും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. എന്താണ് കൊടുത്തിരിക്കുന്നത്? വിരാട്ടിന് എത്ര ദിവസം എടുക്കും? 30 ദിവസം. അപ്പോൾ 8:30 എങ്കിൽ ഇനി ഫൈൻ ദ ടോട്ടൽ ടൈം ടേക്കൺ ബൈ ഡാനിയൽ ടു കംപ്ലീറ്റ്. ദാറ്റ് ഈസ് 8 units ഈക്വൽ ടു 30. 1 unit വിൽ ബി 30/8. നമുക്ക് 5 unitന് വേണം. That is into 5 and into 5. Okay, that is 150/8 എന്ന് വരും. 150/8 അതാണ് 150/8 എന്ന് വരും. ഗൈസ് 150/8 വരും. ഓക്കെ, 8 എത്ര? 1. ബാക്കി റിമൈൻഡർ 7. 64 തൊട്ടുമ്പോൾ 8 into 8. ഓക്കെ, 8 into 8. ബാക്കി എത്ര റിമൈൻഡർ? 64, 70, 6. ബാക്കി 6, then by 8. That is 18. 3/4 is the answer. Okay, next question. Tarun is twice as good as Tripti. ഓക്കെ, എഫിഷ്യൻസി ആണ് എടുക്കുക. തരുണിൻ്റെയും തൃപ്തിൻ്റെയും എഫിഷ്യൻസി. തൃപ്തിയുടെ 1 ആണ്, തരുണിൻ്റെ എഫിഷ്യൻസി 2 ആണ്. ഇനി എന്തൊക്കെ വന്നിട്ടുണ്ട്? ഓക്കെ, ഇനി എന്തൊക്കെ വന്നിട്ടുണ്ട്? ടുഗദർ ദേ കൻ കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 16 days. ഒരുമിച്ച്, ദാറ്റ് ഈസ് തരുൺ പ്ലസ് തൃപ്തി ഒരുമിച്ച് 16 ദിവസത്തിനുള്ളിൽ വർക്ക് തീർക്കാൻ പറ്റും. ഇനി in how many days തൃപ്തി alone can complete the same work? തൃപ്തി എത്ര ദിവസത്തിനാണ് തൃപ്തിക്ക് ഒറ്റയ്ക്ക് വർക്ക് തീർക്കാൻ പറ്റുക? ദാറ്റ് ഈസ് തരുൺ പ്ലസ് തൃപ്തി ഈസ് 3 into 16 will be equal number of days into തൃപ്തിയുടെ എഫിഷ്യൻസി 1. ദാറ്റ് ഈസ് ജസ്റ്റ് equal to days will be equal to 48. 48 is the right answer. Option B is the right answer. Works 3.5 times faster than B. That is A is to B. A works 3.5 times faster to B. എനിക്കിവിടെ into 2 ചെയ്യാൻ രണ്ട് സ്ഥലത്ത്. ഇപ്പം എന്തായാലും മാറും. That will be 2:7. ഓക്കെ, ഇത് എഫിഷ്യൻസിയുടെ റേഷ്യോ ആട്ടാ. ഇനി എന്തൊക്കെ തന്നിക്കണേ? ഇനി A takes 45 days less than B to complete the job when each works alone വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എഫിഷ്യൻസി, അപ്പോൾ ടൈമിന്റെ റേഷ്യോ എന്തായിരിക്കും ഗൈസ്? എൻറ്റയർലി ഓപ്പോസിറ്റ്, റൈറ്റ്? 2:7 ആയിരിക്കും. ഇവിടെ ഡിഫറൻസ് എന്താണ്? 5. ഈ 5 units ആണ് ഇവിടെ പറഞ്ഞില്ലേ? That is, നോക്ക്, A takes 45 days less than B to complete the job when each works alone. അപ്പോൾ 5 units ആണ് ഗൈസ് ഈക്വൽ ടു 45 എന്ന് പറയുന്നത്. 1 unit എന്ന് പറയുന്നത് എത്ര? ദാറ്റ് ഈസ് ഈക്വൽ ടു 9. ഇനി എന്തൊക്കെ തന്നിട്ടുണ്ട്? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡേയ്സ് ടേക്കൺ ടു കംപ്ലീറ്റ് ദ ജോബ് ഇഫ് A and B വർക്ക് ടുഗദർ. ഓക്കെ, നോക്ക്, അപ്പോൾ ഇവിടെ ഒരു യൂണിറ്റ് 9 ആണ്. ഇവിടെ എത്രയും 18 യൂണിറ്റ്. ഇവിടെ 18 വാല്യൂ, 18 ഡേയ്സ്. അവിടെ ഇവിടെയോ? ദാറ്റ് വിൽ ബി 9 into 7, ദാറ്റ് ഈസ് 63. ഓക്കെ, ഇനി എന്ത് ചെയ്യണ്ടേ? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡേയ്സ് ടേക്കൺ ടു കംപ്ലീറ്റ്. നമ്പർ ഫസ്റ്റ് നമ്മൾ തുടങ്ങിയത് തന്നെ ഫസ്റ്റ് പാർട്ടിൽ ഫസ്റ്റ് വീഡിയോ എന്നതിനെ പറ്റിയായിരുന്നു. ഇങ്ങനെ സിറ്റുവേഷൻ വന്നത് ഷോർട്ട് ട്രിക്ക് എന്താണ്? രണ്ടിനും മൾട്ടിപ്ലൈ ചെയ്യുക, ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്റർ രണ്ടിലും ആഡ് ചെയ്യുക. ദാറ്റ് വിൽ ബി 81. ഓക്കെ, 9 into 2 and 9 into 9. 9 into 7, ദാറ്റ് ഈസ് 14 ആണ് ആൻസർ. 14. 7 into 2 14. ഓപ്ഷൻ ഡി. ഇനി 100 ക്വസ്റ്റ്യൻ തീർക്കണം നമുക്ക്. 65ാമത്തെ ക്വസ്റ്റ്യൻ എത്തി. ഓക്കെ, P takes twice as long as Q. നമുക്ക് P ഉണ്ട്, Q ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ആരുള്ള R ഉണ്ട്. ഇനി ടൈം ആട്ടെ, അതെ, twice as long എന്ന് പറഞ്ഞേക്കുന്നത്. P takes twice as long as Q. Qന്റെ വാല്യൂവിനെക്കാട്ടും 2 ഇരട്ടിയാണ് Pന്റെ വാല്യൂ. twice as long. ഓക്കെ, ഇനി as Q or 3 times as long as R. ആറിന്റെ വാല്യൂവിനെക്കാട്ടോ 3 ഇരട്ടിയാണ് Pന്റെ വാല്യൂ. അപ്പൊ എങ്ങനെ റേഷ്യോ കണ്ടുപിടിക്കുക? ടൈമിന്റെ റേഷ്യോ സിമ്പിൾ അല്ലേ? നോക്ക്, ഇവിടെ നോക്ക്, Pന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 2 into 3 എടുക്കുക. അപ്പൊ എന്താ 6 ആയിരിക്കും. ഇനി Qന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഈ ആറിനോട് ഈ Qന്റെ 2 കണ്ടോ, ഡിവൈഡ് ബൈ 2 ചെയ്യുക. അപ്പൊ എത്ര കിട്ടുക? 3 എന്ന് കിട്ടും. ഇനി ആറിന്റെ റേഷ്യോ എടുക്കാനായിട്ട്
എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 6ന്റെ വാല്യൂ ഉണ്ടോ, 6 ഡിവൈഡഡ് ബൈ ഈ 3 ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് 6ന്റെ വാല്യൂ കിട്ടും, ദാറ്റ് ഈസ് 2. ഓക്കെ, ദിസ് ഈസ് ദ റേഷ്യോ. ഇതാണ് ടൈമിന്റെ റേഷ്യോ. ഇനി ടൈമിന്റെ ഇൻവേഴ്സ് ആണ് എഫിഷ്യൻസി എന്ന് അറിയാലോ. ഓക്കെ, എഫിഷ്യൻസി റേഷ്യോ നമുക്ക് എടുക്കാം. ഇവിടെ 3 റേഷ്യോ എടുക്കാൻ പറ്റും നമുക്ക്, ഉറപ്പായിട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ 6ന്റെ താഴെയുള്ള എഫിഷ്യൻസി റേഷ്യോ 6 അടച്ചു വെക്കുക. ബാക്കിയുള്ള എന്താ 3 × 2 എത്ര 6, അപ്പോൾ ഇവിടെ 6 വരും. ഇനി അടുത്ത 3ന്റെ താഴെയുള്ള 6നെ അടച്ചു വെക്കുക, അപ്പോൾ 6 × 2 എത്ര 12 വരും. ഇനി അടുത്ത റേഷ്യോ 6ന് താഴെയുള്ള റേഷ്യോ, ദാറ്റ് ഈസ് 6 × 3 18. അപ്പോൾ എനിക്കിത് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് 1:2:3. 1:2:3. എഫിഷ്യൻസി റേഷ്യോ എത്ര 1:2:3. ഇനി എന്താ തന്നിരിക്കുന്നത്, ദാറ്റ് ഈസ് ഇഫ് ദേ വർക്ക് ടുഗദർ, അവർ ഒരുമിച്ച് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 2 days. ഒരുമിച്ച് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 2 ദിവസത്തിൽ പണിയെടുക്കാം. ടോട്ടൽ എഫിഷ്യൻസി എത്ര, ദാറ്റ് ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ ടോട്ടൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ദാറ്റ് ഈസ് ടോട്ടൽ എഫിഷ്യൻസി 3 × 6. 6 × എത്ര ദിവസം എടുക്കും, 2 ദിവസം എടുക്കും. ദാറ്റ് ഈസ് ടോട്ടൽ വർക്കുകൾ 12. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ക്യൂ ടു കംപ്ലീറ്റ് ദ ടാസ്ക് ഓഫ് ഹിസ് ഓൺ. ക്യൂ ഒറ്റയ്ക്ക് പണിയെടുക്കാൻ വെച്ചാൽ ക്യൂവിന് എത്ര ദിവസം എടുക്കും തീർക്കാനായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ക്യൂവിന്റെ എഫിഷ്യൻസി എത്ര, ക്യൂവിന്റെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 2. അപ്പോൾ 2 × നമ്പർ ഓഫ് ഡേയ്സ് വിൽ ബി ഈക്വൽ ടു 12. അപ്പോൾ ഡേയ്സ് വിൽ ബി ഈക്വൽ ടു 12/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ആണ് ആൻസർ ഗൈസ്, 6. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. അപ്പോൾ 100 ക്വസ്റ്റ്യൻ ചലഞ്ചിലെ 66ാമത്തെ ക്വസ്റ്റ്യൻ, രമേശ് ഡസ് ഹാഫ് as much as work as Parul. Amita can build a room in the same amount of time that Beena and Sita working together can build it. Time in the ratio ഉണ്ട്. അമിതയുടെയും പിന്നെ ആര്യ ബീന പ്ലസ് വേറെ ആരായിരുന്നു ആള്, ദാറ്റ് ഈസ് സീത. ടൈമിന്റെ റേഷ്യോ എന്തൊക്കെയാണ് സെയിം ടൈം 1:1. അപ്പോൾ ഒരു എഫിഷ്യൻസി റേഷ്യോ എന്തായിരിക്കും റിവേഴ്സിലിട്, അപ്പോൾ അതും 1 തന്നെ, 1:1. ഇനി എന്താ തന്നിരിക്കുന്നത്, ഇനി ഇഫ് അമിത ആൻഡ് ബീന ടുഗദർ ക്യാൻ ഡു it in 25 days. ഓക്കെ, നമുക്ക് അമിത പ്ലസ് ബീന അത് കഴിഞ്ഞിട്ട് സീത ക്യാൻ ഡു ഇൻ 25 days. ടൈമിന്റെ റേഷ്യോ ആണ് 25 days. ആൻഡ് സീത ക്യാൻ ഡു ഇറ്റ് അലോൺ ഇൻ 35 days. സീത എത്ര 35 days, ദാറ്റ് ഈസ് 5:7. 5:7. അപ്പോൾ നമ്മുടെ എഫിഷ്യൻസി എത്ര വരെ ഗൈസ്, 7:5. നമുക്ക് എഫിഷ്യൻസിയിലെ നമ്മൾ എഫിഷ്യൻസി സം ചെയ്ത് എടുക്കാറില്ലേ, അതുപോലെ തന്നെ ഇവിടെ ടോട്ടൽ എഫിഷ്യൻസി എത്ര വരുന്നത് 12 വരുന്നുണ്ട് അല്ലേ. ഇവിടെ എത്ര വരുന്നത് 2 വരുന്നുണ്ട്, അത് ശരിയാണോ അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, 12 ആക്കണം. എന്ത് ചെയ്യേണ്ടത്, × 6 ദാറ്റ് ഈസ് 6:6. ഓക്കെ, ഇനി നോക്കി എഫിഷ്യൻസി ഓഫ് എസ് ഈക്വൽ ടു 5. എസിന്റെ എഫിഷ്യൻസി 5 ആണെച്ചാൽ ബിയുടെ എഫിഷ്യൻസി എത്ര ആയിരിക്കും, 6 ആകണ്ടേ, അപ്പൊ 1 ആകണം. എയുടെ എഫിഷ്യൻസി എത്ര 6, ഇവിടെ 6 ഇതാവുന്നുണ്ടോ, യെസ് എവിടെ അതെ 6 ബിയുടെ എഫിഷ്യൻസി എത്ര ആയിരിക്കും 1. സെറ്റ്. ഇനിയിപ്പോ എന്താ വേണ്ടേ, ഇനി ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണല്ലേ. നോക്ക് സീത ഒറ്റയ്ക്ക് ചെയ്ത് എത്ര വർക്കാ, ദാറ്റ് ഈസ് എത്ര ദിവസം 35 days. ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ സീതയുടെ എഫിഷ്യൻസി ഓഫ് സീത ഇൻറ്റു 35 ഇതാ മതി. സീതയുടെ എഫിഷ്യൻസി എന്തായിരുന്നു ഗൈസ്, സീതയുടെ എഫിഷ്യൻസി ഉള്ളത് 5, റൈറ്റ്. 5 ഇത്ര 5 ആയിരുന്നില്ല, 5 × 5. ഓക്കെ, നമുക്ക് എന്താ വേണ്ട, നമുക്ക് വേണ്ടത് then how many days are required for Beena alone to do the work, that is equal to ബീനയുടെ എഫിഷ്യൻസി ഇൻറ്റു ഡേയ്സ്. ബീനയുടെ എഫിഷ്യൻസി എത്ര ഗൈസ്, ബീനയുടെ എഫിഷ്യൻസി കൊടുത്തേക്കുന്നത് 1. ഓക്കെ, അപ്പോൾ ഇവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 5, 2, 15, 16, 7, ദാറ്റ് ഈസ് 175. ഓപ്ഷൻ ബി ഇസ് A, B, C can complete a piece of work in 6 days. Okay. The efficiency of A and C. Efficiency of A and C is 3 times that of B. Okay, 3:1. Okay, the efficiency ata. ഇനി എന്തൊക്കെ തന്നിരിക്കുന്നത്, and efficiency of A is 4 times that of C. 4 times that of C. ഇനി നോക്ക്, ഇവിടെ എ ആൻഡ് സിയുടെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 3 ആണ്. ഇവിടെ എ ആൻഡ് സിയുടെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 5 വരുന്നുണ്ട്. ഇസ് ഇറ്റ് പോസിബിൾ? അല്ല. അപ്പോൾ എന്ത് ചെയ്യണ്ടേ, എഫിഷ്യൻസി സെയിം ആക്കണം. ഇവിടെ 5 വരുന്നു, ഇവിടെ 3 വരുന്നു. ദാറ്റ് ഈസ് ഇവിടെ ഇൻറ്റു 5, ഇവിടെ ഇൻറ്റു 3. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ 5 ആണ്, ഇവിടെ 5 ആണ്. ഓക്കെ, that is 15:1. 15:5. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും, ദാറ്റ് വിൽ ബി 4 × 12, 12:3, 12:3. ഓക്കെ, ഇനി നോക്ക് എ ആൻഡ് സിയുടെ 15,
അതുപോലെ എ ആൻഡ് സിയുടെ 15 സെറ്റ്. ഇനിയിപ്പോൾ സി എയിൽ കൊടുത്തിട്ടുണ്ട് 12. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി കിട്ടിയില്ലേ. ഇനി എന്താ വേണ്ടേ? ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ ദേ എലോൺ ഫിനിഷ് ദ വർക്ക്? ഇനി എ ബി സി ക്യാൻ ടുഗദർ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 6 days. നോക്ക്, ടോട്ടൽ വർക്ക് ഈക്വൽ ടു എഫിഷ്യൻസി ഓഫ് എ പ്ലസ് എഫിഷ്യൻസി ഓഫ് ബി പ്ലസ് എഫിഷ്യൻസി ഓഫ് സി. കമ്പൈൻഡ് വർക്ക് എത്ര ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? ഇൻ 6 days. 6 days. നമുക്കറിയാം എഫിഷ്യൻസി ഓഫ് എ ആൻഡ് സി 15, എഫിഷ്യൻസി ഓഫ് ബി എന്ന് പറയുമ്പോൾ 5, മൊത്തം കൂടി 20. ഓക്കെ, 20 ഇൻറ്റു 6, ദാറ്റ് ഈസ് 20 ഇൻറ്റു 6, ദാറ്റ് ഈസ് 120. ഇനി അവർ ഇൻഡിവിജ്വലി വർക്ക് ചെയ്യുമ്പോൾ എത്ര ദിവസം എടുക്കും? ടോട്ടൽ വർക്ക് വരുന്നത് 120 ആണ്. ഇനി എഫിഷ്യൻസി ഓഫ് എ വരുന്നത് 12 ആണ്. ഇപ്പോൾ ഡേയ്സ് റിക്വയർഡ് ബൈ എ എന്ന് പറയുമ്പോൾ 120 ഡിവൈഡഡ് ബൈ 12, ദാറ്റ് ഈസ് 10. ഈ ഡേയ്സ് റിക്വയർഡ് ബൈ ബി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 120 ഡിവൈഡ് ബൈ ബിയുടെ എന്തായിരുന്നു എഫിഷ്യൻസി? ബിയുടെ എഫിഷ്യൻസി 5, 5 10 2, ഓക്കെ, ദാറ്റ് വിൽ ബി 424. ഇനി സിയുടെ എഫിഷ്യൻസി ഡേയ്സ് റിക്വയർഡ് ബൈ സി എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ എത്ര? 3, ദാറ്റ് ഈസ് 3 6 30 40, ഓക്കെ, ദാറ്റ് ഈസ് 10 24 40. ഓപ്ഷൻ ഡി. ഓക്കെ, 10 24 40. ഓക്കെ, can do a certain piece of work in 2.4 times. 2.4 times as compared to times the number of days at upper time in the ratio times in which b plus c can do it. b plus c അപ്പോൾ 1. അപ്പോൾ എഫിഷ്യൻസി റേഷ്യോ എന്തായിരിക്കും? 1:2.4. നോക്കുക ഗൈസ്, ഞാനിവിടെ ഈ 2.4നെ മാറ്റി എനിക്ക് ഇവിടെ ഡെസിമൽ കാണാൻ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ എപ്പോഴും ഒരു കാര്യം മാത്രം ഓർത്ത് വയ്ക്കണം, എനിക്ക് ടൈമിന് ഒരിക്കലും മാറ്റരുത് കേട്ടോ. ടൈം ഏത് റേഷ്യോയിലാണ് അവർ തന്നത് അതേ റേഷ്യോയിൽ തന്നെ എഴുതുക. എഫിഷ്യൻസി മാത്രം നിങ്ങൾ മാറ്റാൻ പാടുള്ളൂ. ഓക്കെ, എഫിഷ്യൻസി മാത്രമേ മാറ്റാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണ്ടേ? ഇൻറ്റു 5 ഇത് ഒബ്വിയസ്ലി മാറാം. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ 5 വരും. ഇവിടെ എന്താ വരാ? ദിസ് ഇസ് 5 20 വരും, 0 2 വരും, 10 12 വരും, 12 വരും. ഓക്കെ, എഫിഷ്യൻസി മാത്രം മാറ്റാൻ പാടുള്ളൂ. ഓക്കെ, ടൈം മാറ്റരുത്. ഇനി രണ്ടാമത്തെ കേസ്, if A and B can do it in the said piece of work in 27 days, A plus B 27 days and alone, and C alone can do it in 75 days. C in 75 days. Time ata. Okay, then how many days will we take it to do this piece of work alone? First of all, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈം ഒരിക്കലും അതിൻ്റെ റേഷ്യോ മാറ്റരുത്. എന്തായാലും അവർ തന്ന ക്വസ്റ്റൻ ആണ്, അതന്നെ എഴുതുക. ഇനി എഫിഷ്യൻസി നമുക്ക് മാറ്റാം. ഇവിടെ 15:27 അല്ലേ, ഷോർട്ട് ആക്കി എഴുതാം നമുക്ക്. സോറി, 75:27 അല്ലേ, ഷോർട്ട് ആക്കി എഴുതാം. ലൈക്ക് 3 കൊണ്ട് ഡിവൈഡ്. ദാറ്റ് വിൽ ബി ഇവിടെ 9 എന്നാക്കാം, ഇവിടെ 25 എന്നാക്കാം. ഓക്കെ, ഇനി ടോട്ടൽ എഫിഷ്യൻസി ആഡ് ചെയ്യും. ഇവിടെ എത്ര വരുന്നത്? ദാറ്റ് ഇവിടെ 34 വരുന്നുണ്ട്, 34. മുകളിൽ എത്ര വരുന്നത്? ദിസ് ഇസ് ജസ്റ്റ് 17. അപ്പോൾ ഇവിടെ ഇൻറ്റു 2 ചെയ്യണം. അപ്പോൾ ഇൻറ്റു 2 ചെയ്യണം, ഇൻറ്റു 2 ചെയ്യണം. അപ്പോൾ എന്തായി മാറും? ഇവിടെ 10 മാറും. ഇവിടെ എന്തായി മാറും? 24 മാറും. ഓക്കെ, സോറി, ഞാനിവിടെ ബി എന്ന് മാത്രമല്ല ബി പ്ലസ് സി ആണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുക, എ ക്യാൻ ഡു എ പീസ് ഓഫ് 2.4 ടൈംസ് കമ്പയർഡ് ടു ബി ആൻഡ് സി ടുഗദർ. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസി ഓഫ് എ എന്ന് പറയുമ്പോൾ 10. ഇനി എഫിഷ്യൻസി ഓഫ് സി എന്ന് പറയുമ്പോൾ 9. ഇനി എഫിഷ്യൻസി ഓഫ് ബി നോക്ക്, ഇവിടെ നോക്ക്, എഫിഷ്യൻസി ഓഫ് എ 10 ആണെങ്കിൽ എഫിഷ്യൻസി ഓഫ് ബി എത്ര വരണം? 15 വേണ്ടേ? നല്ല 25 ഉള്ള എഫിഷ്യൻസി ഓഫ് ബി 15. ഓക്കെ, ഇനി നോക്ക്, ഇനി നമുക്ക് ടോട്ടൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യും. ടോട്ടൽ വർക്ക് ഈക്വൽ ടു നമ്പർ ഓഫ് ഡേയ്സ് സീൻ്റെ മാത്രം തന്നിട്ടുള്ളൂ സ്പെസിഫിക് ആയിട്ട്. 2.75 ഡേയ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് 75 ഇൻറ്റു എഫിഷ്യൻസി ഓഫ് സി എത്ര? എഫിഷ്യൻസി ഓഫ് സി എന്ന് പറയുമ്പോൾ 9. ഓക്കെ, ഇനി ദിസ് ഈസ് ഈക്വൽ, നമുക്ക് ആരെ കാൽക്കുലേറ്റ് കണ്ടുപിടിക്കണ്ടേ? ദെൻ ഹൗ മെനി ഡേയ്സ് വിൽ ബി ടേക്ക് ടു ഡു ദിസ് പീസ് ഓഫ് വർക്ക് എലോൺ? ഓക്കെ, ദാറ്റ് ഈക്വൽ ടു ബി ഇക്വേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഓഫ് ബി. എഫിഷ്യൻസി ഓഫ് ബി എന്ന് പറയുമ്പോൾ എത്രയാണ്? 15 അല്ലേ? 15 ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ടേക്കൺ ബൈ ബി. ഓക്കെ, എനിക്ക് 75 കിട്ടിക്കളാം, 5. ഓക്കെ, ഇനി ഡേയ്സ് ഈക്വൽ ടു 5 × 9 45. 45 ഡേയ്സ് ഗൈസ് ആണ് ആൻസർ. 45 ഡേയ്സ്.